നമസ്കാരം. വി.ഡി. സതീശനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വിസ്മയങ്ങളുടെ രാജകുമാരൻ, നിലപാടുകളുടെ സ്വന്തം കളിത്തോഴൻ എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പാണന്മാർ അങ്ങനെയാണ് പാടി നടക്കാറ്. അദ്ദേഹം നിലപാടുകളുടെ രാജകുമാരനാണോ? അദ്ദേഹം പൂർവ്വകാല നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമോ? എന്തായാലും അദ്ദേഹത്തിന്റെ മുൻകാലത്തുള്ള ഒരു നിലപാട് ഇന്ന് കേരളം, നമ്മൾ മതേതര കേരളം എന്നാണ് പറയാ, മതേതര കേരളം സ്വീകരിക്കുന്ന, രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ ഇടയുള്ള ഒരു നിലപാട്, ആ നിലപാട് പഴയ ഇന്ത്യ വിഷനിലൂടെ പുറത്തു വന്ന ആ നിലപാട് നിങ്ങളൊന്ന് കേൾക്കണം. അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുമോ എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കാം. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി, 13ാമത് മുഖ്യമന്ത്രിയായി അധികാരമേൽക്കാൻ പോവുകയാണ്. മുൻ നിലപാടുകളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുമോ? നിങ്ങൾ ഈ നിലപാടൊന്ന് കേൾക്കുക ആദ്യം. 5ാം മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായി ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാക്കിയതെന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വം ചിന്തിക്കണം. അത് തീർന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും മലബാറിന് 33 സ്കൂളുകൾ കൊടുക്കുന്ന കാര്യമാണ്. എല്ലാ ഭരണപരമായ തീരുമാനം എടുക്കുമ്പോഴും സാമൂഹ്യ പശ്ചാത്തലം കൂടി ഒന്ന് ആലോചിക്കണം. 5ാം മന്ത്രിസ്ഥാനത്തിന്റെ പേരിൽ കേരളത്തിന്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം ആകെ അലങ്കോലമായി കിടക്കുന്ന സാഹചര്യത്തിൽ തന്നെ കൊടുക്കണോ ഈ 33 സ്കൂള്? ഇപ്പൊ ധൃതി എന്താ? ഇപ്പൊ തന്നെ കൊടുക്കണോ? ധൃതി എന്താ? കേരളത്തിന്റെ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് നോക്കണ്ടേ? വീണ്ടും നമുക്കൊരു മറ്റ് ഭൂരിപക്ഷ സമുദായത്തിന്റെ ഒരു കൺസോളിഡേഷനൊക്കെ ഇടവരുന്ന തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ ഇപ്പൊ തന്നെ ഇത് ചെയ്യണം. ഈ വീഡിയോയിൽ അദ്ദേഹം കൃത്യമായി പറയുന്നു, 5ാം മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗിന് നഷ്ടമാണ് ഉണ്ടാക്കിയത്. അത് കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിന് വല്ലാത്ത കോട്ടം സംഭവിച്ചിട്ടുണ്ട്. അത് കാരണം അത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അവർക്ക് നഷ്ടമാണ് ഉണ്ടായത്. അത് ശരിയല്ല എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ 33 സ്കൂളുകൾ, ഇങ്ങനെ വിവിധ മതവിഭാഗങ്ങൾ സൗഹാർദ്ദത്തോടെ കഴിയുന്ന ഈ സ്കൂളുകളിൽ 33 സ്കൂളുകൾ മലപ്പുറം ജില്ലയിൽ മാത്രം മുസ്ലിം മാനേജ്മെന്റിന് കൊടുത്തത് അത് ശരിയായ നിലപാടല്ലായിരുന്നു. ഇത്തരം നിലപാടുകൾ മറ്റുള്ള ആളുകൾക്കുള്ള ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കും എന്ന് ഇവര് പറയുന്നു. അദ്ദേഹം കൃത്യമായി പറയുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായി മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരെ കൊടുക്കില്ല എന്ന് ഉറപ്പു പറയാൻ വി.ഡി. സതീശന് സാധിക്കുമോ? ഒന്ന്. രണ്ടാമത്, മതം തിരിച്ചുള്ള വിദ്യാലയങ്ങൾ, അതായത് സർക്കാർ, ഞാനും നിങ്ങളും നികുതി കൊടുക്കുന്ന പണത്തിൽ നിന്ന് ഏതെങ്കിലും മതവിഭാഗത്തിന് അവർക്ക് അവരുടെ ആളുകളെ അധ്യാപകരായും അനധ്യാപക ജീവനക്കാരായും നിയമിക്കുവാനുള്ള കോഴ വാങ്ങി നിയമിക്കുക. സാധാരണക്കാർക്ക് കിട്ടില്ല കേട്ടോ. കോഴ വാങ്ങി തീരുമാനിക്കാനുള്ള അവസരം ലഭ്യമാക്കുന്ന രീതിയിൽ എയ്ഡഡ് സ്കൂളുകൾ കൊടുക്കുമോ? മറ്റ് സ്ഥാപനങ്ങൾ അവർക്ക് അനുവദിക്കുമോ? ഭൂരിപക്ഷം ആളുകളും നികുതി കൊടുക്കുന്ന പണത്തിലെടുത്ത് കുറച്ച് ആളുകൾക്ക് മാത്രം മതത്തിന്റെ പേരിൽ ഇത്തരം ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുമോ അദ്ദേഹം? ഇദ്ദേഹത്തിന്റെ ഈ നിലപാടിൽ നിന്ന് മനസ്സിലാവുന്നത് അങ്ങനെ എടുക്കില്ല എന്നാണ്. പക്ഷെ നമ്മളോട് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അങ്ങനെയല്ല സൂചിപ്പിക്കുന്നത്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ഏറ്റവും അധികം വാദിച്ചതും അതിനുവേണ്ടി നിലകൊണ്ടതും കേരളത്തെ AICC അടക്കം, ഇല്ലെങ്കിൽ ഹൈക്കമാൻഡിനെ അടക്കം മറികടന്നുകൊണ്ട് അത്ര ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചതും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സാമുദായിക മത പ്രസ്ഥാനം, രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കേരളത്തിലെ ഏറ്റവും ശക്തിയുള്ള സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കീഴടങ്ങാതെ, ഈ മത വേട്ടാവളിയന്മാർക്ക് കീഴടങ്ങാതെയുള്ള ഒരു ഭരണം വി.ഡി. സതീശന് സാധ്യമാവുമോ? അങ്ങനെ സാധ്യമാവുകയാണെങ്കിൽ, അതായത് ഈ കടക്കുപുറത്തെന്ന് പറയാതെ തന്നെ അത്തരം നിലപാടുകൾ വേണ്ട, വിരട്ടലും വിലവേശലും എന്നോട് വേണ്ട എന്ന് പറയാൻ, മുസ്ലിം ലീഗിനോട് പറയാൻ വി.ഡി. സതീശന് സാധിക്കുമോ? അങ്ങനെ സാധിക്കുമെങ്കിൽ ആ മനുഷ്യന്റെ രാഷ്ട്രീയ ആർജവത്തെ കേരളം ഏറ്റെടുക്കും. അതിന് സാധ്യത ഇല്ല എന്നുള്ള ഒരു തിരിച്ചടിയോടെയാണ് ഞാൻ ഈ വീഡിയോ നിർത്തുന്നത്. നിങ്ങളുടെ കമന്റുകൾ സഭ്യമായ രീതിയിൽ താഴെ ഈ പോസ്റ്റിന് കീഴെ കമന്റായി രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ വിട പറയാം. നന്ദി, നമസ്കാരം.